ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടും ദൈവാനുഗ്രഹത്തിലും നിങ്ങളെല്ലാവരെയും ഈ ഒരു നല്ല സമയത്ത് ദൈവവചനം കേൾക്കുവാൻ ഒരുമിച്ച് കൂടി ധാരാളം ആളുകളുണ്ട്. നമ്മൾ സ്ഥലം അല്പം കൂട്ടിയെടുത്തെങ്കിലും ആ സ്ഥലത്തും കൊള്ളാവുന്നതിലധികം ആളുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നു, SSLC +2 പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് പ്രാർത്ഥിക്കും. നമ്മൾ ഈ ദിവസം മുതൽ അത് ആരംഭിക്കുകയാണ്. എന്നുവരെ എന്ന് ചോദിച്ചാൽ റിസൾട്ട് വരുന്നവരെ. അപ്പോൾ എനിക്ക് ഒരു സാക്ഷ്യം ഇതിനോട് പറയാനുണ്ട്. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പല നിയോഗം ഇങ്ങനെയായിരിക്കും: നല്ല മാർക്ക് കിട്ടണേ, നല്ല മാർക്ക് കിട്ടണേ, എനിക്ക് അവിടെ എത്താൻ പറ്റണേ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു നല്ല ഒരാളുടെ അനുഭവം എന്നെ വളരെ സ്വാധീനിച്ചു. യാദൃശ്ചികമായി സംഭവിച്ചതാണ്, പക്ഷെ അത് സാക്ഷ്യമായി കേട്ടപ്പോൾ അത് വലിയൊരു അത്ഭുതമായി മാറി. ഒരാൾ പല പ്രാവശ്യവും പ്രാർത്ഥന ചോദിച്ചു. ആളൊരു നേഴ്സാണ്. അവർക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകാനുള്ള നിയോഗമാണ്. ആ വ്യക്തി മാസങ്ങളായി എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് ആ പ്രാർത്ഥിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരനുഗ്രഹവും വരാത്തൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് ആ വീട്ടിലുള്ള പലരും പറഞ്ഞു, നിനക്കിപ്പം മതിയായില്ലേ? ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യത്തിൽ ഒരു മാറ്റവും നടന്നിട്ടില്ല. അപ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തിയുടെ വിഷയം ഇതാണ്. ഈ വ്യക്തി ഇത് കാണാപ്പാടമായി ഇവിടെ വരുന്ന. അതുകൊണ്ട് ആ വ്യക്തി അവിടുന്ന് വരുമ്പോഴേ അറിയാം ഈ വ്യക്തി പറയാൻ പോകുന്ന വിഷയം ഇതായിരിക്കുമെന്ന്. അങ്ങനെ ആ വ്യക്തിയോട് യാദൃശ്ചികമായ ഒരു കാര്യം പറഞ്ഞു: എനിക്ക് ഈ രാജ്യത്ത് പോകാൻ പറ്റണം, എനിക്കിതുപോലെ പഠിക്കാൻ പറ്റണം, എനിക്കവിടെ എത്തണം. അതങ്ങ് മാറ്റി, ആ സ്റ്റൈലങ്ങ് മാറ്റുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു: എനിക്ക് ദൈവസഹായത്താൽ എനിക്ക് ആ സ്ഥലത്തെത്താൻ കഴിയണം, ജോലി ചെയ്യാൻ കഴിയണം, എനിക്ക് ദൈവാനുഗ്രഹത്തിലുള്ളൊരു ജോലി കിട്ടണം. രണ്ട് നല്ല വാക്ക് ആ സമയത്ത് മനസ്സിൽ വന്ന വാക്കാണ്. എന്തായാലും ആ വ്യക്തിക്ക് പോകാനുള്ള കാര്യം ശരിയായി ആൾ പോയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് അവർ പോകുമെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇത്തിരി സന്തോഷമുണ്ട്. അതിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്: എനിക്ക് പോകാനൊക്കണേ, എനിക്ക് ജോലി കിട്ടണേ, എൻ്റെ കാര്യം ശരിയാകണമെന്നല്ല, എനിക്ക് ദൈവസഹായത്തിൽ എനിക്ക് പോകാൻ പറ്റണം. എനിക്ക് ദൈവാനുഗ്രഹമുള്ളൊരു വിജയം ഉണ്ടാകണം. ഇത് രണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ദൈവസഹായത്താൽ, ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് എൻ്റെ ഈ കാര്യം മനോഹരമാകണം. ദൈവാനുഗ്രഹത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയണം. എനിക്ക് എങ്ങനെയാലും ഒരു വീട് വെക്കണമെന്നല്ല, എനിക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹമുള്ളൊരു ഭവനം, അനുഗ്രഹമുള്ളൊരു ഭവനം എനിക്ക് കിട്ടണം. അത് ദൈവസഹായത്തിൽ എനിക്ക് മാത്രം മതി. ആ വിജയത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒരാൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാത്ത മനുഷ്യർക്കും വീടും കാറും ഉണ്ട്. പ്രാർത്ഥിക്കാത്ത ആളുകൾക്കും ജോലി കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കാത്ത ആളുകൾക്കും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാത്ത ആളുകൾക്കും വിശ്വാസം ഇല്ലാത്തവർക്കും നന്മകളുണ്ട്, നമ്മൾ കാണുന്നു. പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? ഇത്രയും സമയം മാറ്റിവെക്കണം. ഞാൻ എങ്ങനെയും ഒരു വീട്, എങ്ങനെയും ഒരു കാറ്, എങ്ങനെയും ഒരു ഭാവി, അത് കിട്ടാൻ വേണ്ടിയല്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവാനുഗ്രഹത്തിൽ അവരുടെ കാര്യം ഭംഗിയാകണം. ദൈവസഹായത്തിൽ ആ വ്യക്തിയുടെ വിവാഹം നടക്കണം. ദൈവാനുഗ്രഹമുള്ളൊരു കുടുംബജീവിതത്തിൽ അവർ വരണം. എങ്ങനെയായാലും എന്തേലും ഒരു ജീവിതത്തിലേക്കല്ല. അവർ പരീക്ഷ എഴുതാൻ പാസ്സാകണം, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, എങ്ങനെയാലും ജയിക്കട്ടെ എന്നല്ല. നിനക്ക് ദൈവസഹായത്തിൽ നീ ജയിക്കണം. ദൈവാനുഗ്രഹമുള്ളൊരു ജീവിതം നിനക്കുണ്ടാകണം. ആ വിജയവും ആ ജീവിതത്തിനും പ്രത്യേകതയുള്ളതാണ്. അത് നിലനിൽക്കുന്നതാണ്. അതിൻ്റെ തിളക്കം നഷ്ടപ്പെടില്ല. കാരണം അത് അനുഗ്രഹത്തിലുണ്ടായതാണ്, പ്രാർത്ഥിച്ചു മേടിച്ചതാണ്. ചിലരങ്ങനെ പറയാറുണ്ട്: പ്രാർത്ഥിക്കാത്ത എനിക്കും ഒരു കുഴപ്പമില്ല, വിശ്വസിക്കാത്ത എനിക്കും വീടും കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അതും പ്രാർത്ഥിച്ചൊരാൾ ദൈവാനുഗ്രഹമായി സ്വീകരിച്ചതും അത് രണ്ടും രണ്ടാണ്. ചിലപ്പോൾ ഈ കേൾക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും എന്ന് വിചാരിച്ചത് വിലയില്ലാത്തതായി കാണരുത്.
നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, ദൈവാനുഗ്രഹത്തിലുള്ള ഒരു വിജയം എനിക്ക് തരണമേ. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾ ഓരോന്നും വെച്ച്, പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് എഴുതുന്ന ഇൻ്റർവ്യൂ ഉള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവാനുഗ്രഹമുള്ളൊരു വിജയം അവിടെ ഉണ്ടാകണമേ. ദൈവ സഹായത്തിൽ ആ കാര്യം ഭംഗിയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം എങ്ങനെ വരും, ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത്, ഏത് റൂട്ടാണ് ഞാൻ എടുക്കേണ്ടത്. ഞാൻ അതിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ മനസ്സിലാകുന്ന രീതിയിൽ കൊണ്ടുവരാനും പറയുവാനും ആഗ്രഹിക്കുന്നു. അതിനാധാരമായി എടുക്കുന്ന ഒരു വചനമാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 3-ാമത്തെ വാക്യം വായിക്കുകയാണ്. നിയമാവർത്തനം 6:3. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരുന്നത് എന്ന് പറയുകയാണ്. ഒരക്ഷരം പോലും തെറ്റാതെയാണ് വായിക്കുന്നത്. ഈ പറയുന്ന വാക്കുകളിൽ ഒരു മായവുമില്ല, അതേപോലെ തന്നെ വായിക്കുകയാണ്. നിയമാവർത്തനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആകയാൽ ഇസ്രായേലേ കേൾക്കുക. അപ്പൊ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത്. നമ്മൾ ഇതുവരെയായിട്ട് കേട്ടിട്ടുണ്ടാകില്ല ഇത്. ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും. അപ്പൊ ഇത് പറഞ്ഞ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, അനുഗ്രഹമുണ്ടാകാൻ, നന്മയുണ്ടാകാൻ. അങ്ങനെ എഴുതിയിരിക്കുന്നത് നന്മയുണ്ടാകാനും. അപ്പോൾ നന്മയുണ്ടാകാനുള്ള വഴിയാണ് താഴോട്ട് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആരോടൊക്കെയോ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, മിത്രങ്ങളാകാം, ഒരു വെറുതെക്കാരനാകാം. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹവും വരുന്നില്ല, എല്ലാം പ്രശ്നമാണ്. ദൈവാനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ ഇസ്രായേലേ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. താഴെ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നന്മയുണ്ടാകാൻ, നിന്റെ നാളത്തെ ജീവിതം നല്ല സന്തോഷമാകാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രീയ നേട്ടമല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയും, നിനക്ക് നന്മയുണ്ടാകാൻ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ഭാവി കുറച്ചുകൂടെ നല്ലതാകാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന്. എന്താ താഴെ പറയുന്നത് എഴുതിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം. ഇസ്രായേലേ കേൾക്കുക. ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് നമുക്ക് പരിചയമുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിച്ചു. 6-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാക്യം നിങ്ങളുടെ ഫോണിൽ ബൈബിൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അല്ലെ നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന ഈ ഭാഗം ഇത് സത്യമാണോ, ഇത് തന്നെയാണോ, എൻ്റെ ബൈബിളിൽ ഇതാണോ ശ്രദ്ധിക്കണം. എഴുതിയിരിക്കുകയാണ്, നിനക്ക് നന്മയുണ്ടാകാൻ ദൈവത്തിൻ്റെ വചനം വായിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ചാൽ പോരാ, ആ വചനം മറന്നു പോകാത്ത വിധത്തിൽ, മാഞ്ഞു പോകാത്ത വിധത്തിൽ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നിനക്ക് നന്മയുണ്ടാകാൻ. നമ്മളാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കുറഞ്ഞ് ബൈബിൾ വായിക്കുന്നവർ. നമ്മളാണ് ഈ പുസ്തകത്തിലെ വചനങ്ങൾ ഏറ്റവും കുറച്ച് വായിക്കുന്നവർ. എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ പേഴ്സണലായിട്ട് ബൈബിളൊക്കെ ഉണ്ട്, ഫോണിൽ ആ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വായിക്കുന്ന കാര്യത്തിൽ, മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മളെക്കാൾ മറ്റു മതത്തിലുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട്. എന്നാൽ നമ്മളാണ് ഈ വചനം വായിക്കുന്നതിൽ ഏറ്റവും പുറകിലുള്ളവർ. നിനക്ക് നന്മയുണ്ടാകാൻ എത്ര രൂപ കൊടുത്താൽ ആ നന്മയുണ്ടാകുന്നത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപയുടെ ചെക്ക് കൊടുത്താലാണ് ഈ അനുഗ്രഹം കിട്ടുക എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ ഇന്ന് പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം.
ആമേൻ. പറ്റുവാണെങ്കിലല്ല, അത് നമ്മുടെ മനസ്സിൽ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ വചനം മനസ്സിലുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. നിന്റെ കാര്യം ഇന്നത്തെ അവസ്ഥ മാറി തേനും പാലും ഒഴുകുന്ന ഒരു നാടെന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു സാഹചര്യം നിനക്ക് വരില്ല. ആരുടെ മുമ്പിലും തല കുനിഞ്ഞു നിൽക്കേണ്ട ഒരു ഗതികേടും വരത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം അകത്തുള്ളവനെ ദൈവത്തിന്റെ നന്മകൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേർന്ന് തുടങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സത്യം പറഞ്ഞാൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ നടന്നത്. നിങ്ങൾ കേട്ടത് നിയോഗ പ്രാർത്ഥന എന്ന ഒരു ഹെഡിങ് ആണെങ്കിലും നിങ്ങൾ കേട്ടത് മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്. അതാണ് മാഞ്ഞു പോകാത്ത വിധത്തിൽ പലരുടെ ഹൃദയത്തിൽ എത്തിയത്. ഞങ്ങൾക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴാണ് ഞാൻ അത് വായിക്കാൻ തുടങ്ങിയത്. ആ വചനം എന്നോടാ സംസാരിച്ചത്. എനിക്കത് വലിയ ഉപകാരമായി കേട്ടോ എന്നൊക്കെ എല്ലാ സ്ഥലത്ത് എവിടെയൊക്കെ പോയാലും അത് ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇതിനു മുമ്പും ബൈബിളില്ലായിരുന്നോ? ഇതിനു മുമ്പ് നമ്മൾ പ്രസംഗം കേട്ടിട്ടില്ലേ? ഇപ്പോഴാണ് ചിലപ്പോൾ ഒരു പക്ഷേ പലരും ദൈവത്തിൻ്റെ വചനം അരിച്ചരിച്ച് ശ്രദ്ധിക്കാനും പഠിക്കാനും തുടങ്ങിയത്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പ്രസംഗിക്കുന്ന ഒരാളുടെ ക്രെഡിറ്റ് കൊണ്ടോ ഭംഗി കൊണ്ടോ അല്ല, നിങ്ങൾ ദൈവവചനം സ്വീകരിക്കാൻ തുടങ്ങിയതിന്റെ അടയാളമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നന്മകളും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നോക്കൂ, ബൈബിൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. നിനക്ക് നന്മയുണ്ടാകാൻ എന്നാ ചെയ്യേണ്ടത്, നിനക്ക് നന്മയുണ്ടാകാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകണം. അടുത്ത വാക്യം വളരെ സീരിയസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. 7-ാമത്തെ വാക്യം, ജാഗരൂകതയോടെ, എങ്ങനെയേലുമല്ല, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ മാത്രം പഠിച്ചാൽ പോരെ, ഞാൻ മാത്രം പഠിച്ചു എൻ്റെ കാര്യം ഓക്കെ എന്നല്ല. നിന്റെ കൂടെയുള്ള ഒരു തലമുറയെ ആ വചനം പഠിപ്പിക്കണം. ചുമ്മാ പഠിപ്പിച്ചാൽ പോരാ, ജാഗരൂകതയോടെ എന്ന് പറഞ്ഞാൽ വെരി സീരിയസ്. നമ്മളധികം പേര് ചെയ്തിട്ടില്ലത്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പലരും എത്താത്തത്. അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളെ അംഗീകരിക്കുന്നില്ല. അവർ ഇപ്പോൾ ദേഷ്യമാകുന്നു, അവർ പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നില്ല. അവരുടെ ഏറ്റവും കുഞ്ഞു പ്രായം മുതൽ ഇനി നാളെ മാതാപിതാക്കളാകുന്നവർ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർ, കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ളവർ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വചനം പഠിപ്പിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ഉത്തരവാദിത്വമാണ്. പഠിപ്പിക്കണം. നന്മയുണ്ടാകേണ്ട കാര്യം പറ, നന്മയുണ്ടാകാൻ അത് മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ മക്കളെ പഠിപ്പിച്ചാലോ അവരിലൂടെ നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. മക്കളിലൂടെ നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ വചനം പഠിച്ച മക്കൾ, അവരിലൂടെ നാളെ നിങ്ങളുടെ ഭവനത്തിൽ നന്മയുണ്ടാകാൻ തുടങ്ങും. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ആ ജനത്തെ കൊണ്ടുപോയതുപോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റിയെടുക്കാൻ തുടങ്ങും. ഇതെന്റെ കണ്ടുപിടുത്തമല്ല, ഇത് നിയമാവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തവും കൃത്യവുമായി അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പോലും ഞാൻ മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെയാണ് വായിക്കുന്നത്. ഇനി അടുത്ത വാക്യം നോക്കൂ. വീട്ടിൽ ആയിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും, യാത്ര എവിടെയെങ്കിലും പോകുമ്പോഴും, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അതാണ് നമ്മള് ഫോണിൽ കണ്ട ഒരു വാർത്തയെക്കുറിച്ച്, ഒരു വീഡിയോയെക്കുറിച്ച്, വൈറലായ ഒരു വീഡിയോയെക്കുറിച്ചല്ല സംസാരിക്കേണ്ട കൂടുതൽ സമയം. നിങ്ങൾ കേട്ട വചനത്തെക്കുറിച്ച് നിങ്ങൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ, കുടുംബക്കാരത്ത് യാത്ര പോകുമ്പോൾ, കിടക്കാൻ പോകുമ്പം, കിടക്കുമ്പം, എഴുന്നേൽക്കുമ്പം നിങ്ങൾ എന്താ സംസാരിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തിന്റെ വചനം ആ വീട്ടിൽ ജീവിതത്തിൽ സംസാരിക്കണം. നമ്മൾ ഏറ്റവും കുറവ് സംസാരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. നമ്മൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, അയൽവാസിയെക്കുറിച്ച്, അപ്പുറത്തെ കാര്യം, പള്ളിയുടെ കാര്യം, പള്ളിക്കാര്യങ്ങൾ, അവിടെ നടന്ന പ്രശ്നം, ആ വഴക്ക്, ഈ വഴക്ക്, ആ വ്യക്തിയുടെ ഒരു പ്രശ്നം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എത്രയോ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ വീടുകളിൽ പോയി അവർ കേട്ടാലും കേട്ടില്ലേലും നിങ്ങൾ സംസാരിക്കണം. ഞങ്ങൾ ഇന്ന് ഇതാ കേട്ടത്, ഇന്ന് ഈ വചനമാണ് കേട്ടത്. ഞാൻ നോക്കട്ടെ, ബൈബിളൊന്ന് വായിച്ചു നോക്കട്ടെ. നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കിക്കേ. ഏതു കടികട്ടിയെന്ന് നിങ്ങൾ പറയുന്ന ബന്ധനങ്ങൾ ചണന്നൂൽ പോലെ അഴിഞ്ഞു പൊടിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. കാരണം നിങ്ങൾ സ്വീകരിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ വാക്കുകളാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുതിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ ചിലർ പറയില്ലേ, നിനക്ക് എപ്പം നോക്കിയാൽ ഇത് കേൾക്കാനേ നേരമുള്ളല്ലോ. അയ്യോ, അവരെപ്പോഴും കേൾക്കുന്നത് ദൈവവചനം പറയണം. നീ യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അടുക്കള ജോലി ചെയ്യുമ്പോഴും ഈ വചനത്തെക്കുറിച്ച് കേട്ടോണ്ടിരുന്ന പോരാ, സംസാരിക്കണം, പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടിൽ അരമണിക്കൂർ ചെലവഴിച്ചാൽ ആ വീട്ടിലുള്ള ഒരാളോട് ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായി പോയപ്പോൾ ഒരു ദിവസം മറന്നുപോയി ഒരു വചനം പോലും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരാൾ പറഞ്ഞു, ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലല്ലോ. അതെൻ്റെ മനസ്സിൽ വല്ലാതെ ദുഃഖമായി. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരു വചനം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചില്ലെന്ന്. അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു തന്നൊരു ആശയമാണ്, ദൈവവചനം ഏത് വീട്ടിൽ ചെന്ന് 2 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ, ഒരു വചനം പറഞ്ഞ് ആ വീട്ടിൽ പ്രാർത്ഥിക്കുക. ആ വചനത്തിന്റെ ശക്തി അവിടെ നിലനിൽക്കാൻ തുടങ്ങും. അതാണ് ആ വീടിന്റെ നന്മയായി വെളിപ്പെടാൻ തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കൊരാൾ ഒരു അനുഭവം പറഞ്ഞു. ഒരനുഭവം, ആ വ്യക്തിയെ കാണാൻ ഒരാൾ വന്നു. ആ വ്യക്തിയെ കാണാൻ വന്നയാള് ഒരു മനുഷ്യന് കാണാൻ വന്നു. അപ്പോൾ അയാൾ ഒരു ബൈബിളിലെ ഒരു കാര്യമാണ് പറഞ്ഞത്. ആ മനുഷ്യൻ ആ ബൈബിൾ തുറന്ന് അത് കാണിച്ചൊക്കെ കൊടുത്ത് ബൈബിൾ നിലത്തോട്ട് വെച്ചു. നിലത്ത് വെച്ചപ്പോൾ അയാൾ പറയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രശ്നം ഉണ്ടായില്ലോ, എന്താ പോയത്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം കാല് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ചു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കാല് വയ്ക്കുന്ന താഴെ വെച്ചു, ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അയാൾ പോയി. സാധാരണക്കാരനല്ല പോയത്, അല്പം നിലയും വിലയുള്ള ഒരാൾ പറഞ്ഞു, അയാൾ പോയി. അയാൾ അവിടെ വെച്ചിട്ട് പോയി, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കാല് വയ്ക്കുന്ന സ്ഥലത്ത് നിലത്ത് വച്ചിരിക്കുന്നു. ആ വ്യക്തി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഒരു പേന പോലും ആ പുസ്തകത്തിന് മോടി വെക്കാൻ ഒരു പേടിയാണ്. അയാൾ എന്നെ അന്ന് വഴക്ക് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ടെന്ന്. ഞാൻ ബൈബിൾ വായിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പേനയോ എന്തും അതിൻ്റെ മൂളി വെക്കത്തില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഓർമ്മ വരുമെന്ന്. ദൈവത്തിൻ്റെ വചനം അത്രയും വിലയുള്ളതാണ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യമോ, 8ാമത്തെ വാക്യം, അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അത്രയും വില കൊടുത്തിരിക്കുന്നത്. കയ്യിൽ ഒരു അടയാളമായും നിങ്ങളുടെ നെറ്റിയിൽ ഒരു പട്ടമായും അണിയണം. 9ാമത്തെ വാക്യം, അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിൽ മേലും പടിവാതിലിൽ മേലും എഴുതണം. ഇതൊക്കെ എന്തിനാ എഴുതുന്നത്? വട്ടായത് കൊണ്ടല്ല, ഭക്തി കൂടി ഭ്രാന്തായത് കൊണ്ടല്ല, നിനക്ക് നന്മയുണ്ടാകാൻ ഇതൊക്കെ ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം അത് പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇത് മാഞ്ഞു പോകാത്ത വിധത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നല്ലൊരു തീരുമാനമെടുത്തേ. എനിക്ക് ഈ ദൈവവചനത്തെ അറിയാൻ തുടങ്ങിയത് മുതലാണ് എൻ്റെ ജീവിതം മാറിയത്, എൻ്റെ ജീവിതം വഴി മാറിയത്. ഞാൻ മരിക്കണമെന്ന് ചിന്തിച്ച് നടന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ള 2 പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ എനിക്കറിയില്ല, ഇപ്പോൾ കണ്ടാൽ പോലും അവരെ അറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞത്, ആ വചനം അന്ന് ശ്രദ്ധിച്ചേ പിന്നെയാണ് എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയത്. ആ വചനമാണ് ഇന്ന് എനിക്കിങ്ങനെ ഒരു ഭ്രാന്തനായി ജീവിച്ച് മടുത്തു, മരിക്കണമെന്ന് വെച്ചു. പക്ഷേ നിങ്ങൾ ആ നിയോഗ പ്രാർത്ഥനയിൽ പറഞ്ഞ വചനമാണ് എന്നെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അത് പറയാൻ വേണ്ടി 2 പേർ ഇന്ന് എന്നെ കാണാൻ 2 പേര് വന്ന് അതിനെവിടെ ഇരിപ്പുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ താഴെ എവിടെ ഉണ്ടായിരിക്കാം, ദൂരെ നിന്ന് വന്നവരാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളെ വിടുവിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ നിന്നെ കൊണ്ടുപോകുന്നത് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്കെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ട് നിന്നെ ഒരു പടുകുഴിയിലേക്ക് കൊണ്ടുപോയിടും, ഒരു ചതിക്കുഴി കൊണ്ടുപോയി പെടുത്തും. നീ എവിടെയും എത്താതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നല്ല. ദൈവത്തിന്റെ വചനം മാഞ്ഞു പോകാതെ സ്വീകരിച്ചാൽ നിന്നെ ദൈവം എത്തിക്കുന്നത് തേനും പാലും ഒഴുകുന്ന, എന്ന് പറഞ്ഞാൽ നീ സ്വപ്നം കാണുന്ന, നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ നിന്നെ എത്തിക്കാൻ ദൈവം നിന്നിൽ പ്രവർത്തി തുടങ്ങും. ദൈവത്തിന്റെ കരം നിന്നെ എഴുന്നേൽപ്പിക്കാനും നയിക്കാനും തുടങ്ങും. ഒന്ന് കരങ്ങളെ ഉയർത്തി ഉറക്കി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു അനുഭവത്തിലൂടെ പറയുവാൻ, ഒരു വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്കുണ്ട്. നിയമാവർത്തന പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ ഈ വാക്യം ഓർക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉടനെ തിരക്ക് പിടിച്ച് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ അവിടെ 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന സാംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്.
എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? സാംസൺ എന്ന് പറയുന്ന വ്യക്തി നല്ല മിടുക്കനാണ്, ആൾ കഴിവുള്ള ആളാണ്. ഒരു ദിവസം ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോൾ ഫിലിസ്ത്യർ അവനെ തോപ്പിക്കാൻ വേണ്ടി ശക്തമായി അവൻ്റെ മുമ്പിൽ വന്നു. ഫിലിസ്ത്യർ സാംസനെ തോപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ സാംസന് മനസ്സിലായി ഫിലിസ്ത്യർ എല്ലാം കൂടെ എന്നെ പിടിക്കാൻ വരുവാണെന്ന് പറഞ്ഞു. പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ആ വാക്യം ഞാൻ വായിക്കാം. 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ലേഹിയിലെത്തിയപ്പോൾ, അതാണ് ആ സ്ഥലത്തിന്റെ പേര്, ലേഹിയിൽ എത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ, ചുമ്മാതൊന്നുമല്ല, ഒരുത്തരെ തോപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ആർത്ത് ബഹളം വെച്ച് ഇങ്ങോട്ട് വന്നു. അവനെ കാണാനെത്തി. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്തു സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ഇപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നത്, ശക്തിയോടെ വരുന്നത്, ചെവികളിൽ മുഴങ്ങുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഏതൊക്കെയോ ഫിലിസ്ത്യരുടെ മുമ്പിലാണ്. ഒന്നെങ്കിൽ ചിലർ പറയും കടമാണ്, ചിലർ പറയും കടബാധ്യതയാണ്, ചിലർ പറയും ജപ്തിയുടെ മുമ്പിലാണ്, ചിലർ പറയും രോഗത്തിന്റെ മുമ്പിലാണ്. നിന്റെ മുമ്പിലുള്ള അലറി വിളിച്ചു വരുന്ന ഫിലിസ്ത്യൻ അതാണ്. ആ രൂപത്തിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. ചിലർ പറയും എൻ്റെ വീട്ടിൽ നിന്നും മാറാത്ത പ്രശ്നമാണ് എൻ്റെ മുമ്പിൽ ഇന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അലറി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ്. അല്ലെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം, അവരുടെ മാറ്റം, അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ലാത്ത അവസ്ഥയാണ് എൻ്റെ മുമ്പിൽ ഇന്ന് ഫിലിസ്ത്യരുടെ രൂപത്തിൽ ഉള്ളത്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവനിൽ വന്നു നിറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ നിങ്ങളൊരു ദൈവശക്തി അനുഭവിക്കാൻ കഴിയട്ടെ. അത് നിങ്ങളുടെ വിടുതലിന് കാരണമാകും. എന്താ അടുത്ത വാക്യം നോക്കൂ. അവനെ ബന്ധിച്ചിരുന്ന കയർ. അപ്പോൾ ഈ കയർ കൊണ്ട് ബന്ധിച്ചിട്ടിരുന്നവരുടെ ഉദ്ദേശം എന്നാ? ഇവൻ ജന്മകാലത്ത് പുറത്തിറങ്ങരുന്ന, ഇവനായ കാലത്ത് രക്ഷപ്പെടരുന്നാണ് ഈ കയറ് ഇവനെ ബന്ധിച്ചവന്റെ ഉദ്ദേശം. അപ്പോൾ ഇവന്റെ മേത്ത് ഒരു കയറ് കൊണ്ട് കെട്ടി ഒരു ബന്ധന അവസ്ഥയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെയും കയറ് കൊണ്ട് ആരും കെട്ടിവെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു, എനിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എവിടെ ചെന്നാലും പരാജയമാണ്, എനിക്ക് ഉയരാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെയോ നിങ്ങളുടെ വളർച്ചയെ ഇല്ലാതാക്കുന്ന ഒരു കയറ് കൊണ്ട് നിങ്ങളെ എവിടെയോ ബന്ധിച്ചിട്ടിട്ടുണ്ട്. ചിലർ പറയുന്നു, എൻ്റെ വീട്ടിൽ എന്നാന്നറിയില്ല, ചെറിയ കാര്യത്തിന് വലിയ വഴക്ക്, ചെറിയ കാര്യത്തിന് മാസങ്ങളോളം മിണ്ടാതിരിക്കുന്നു. എന്നാൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് ഒരു കാരണവുമില്ല, പക്ഷെ പ്രശ്നങ്ങളോട് പ്രശ്നം. ശ്രദ്ധിച്ച്, അവിടെ എവിടെയോ ഒരു ബന്ധന, ഒരു അവസ്ഥ, ഒരു കെട്ടപ്പെട്ട അവസ്ഥയുണ്ട്. അടുത്ത വാക്യം അത്ഭുതമാണ്, ശ്രദ്ധിച്ചു കേട്ടോ. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയി. കരിഞ്ഞു എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വെളിപ്പെട്ടിട്ടുണ്ടാവും? കരിയണമെങ്കിൽ തീ വെളിപ്പെട്ടിട്ടുണ്ടാവും. തീ വരുമ്പോഴാണ് കരിയുന്നത്. അപ്പോൾ തീ വരുമ്പോൾ ദേഹം പൊള്ളില്ലേ? അവന്റെ ബന്ധനം ഇരിക്കുന്നത് അവന്റെ ശരീരത്തെ മുഴുവൻ കെട്ടിവച്ച നിലയിലാണ്. പക്ഷെ വെളിപ്പെട്ട തീ അവനെ പൊള്ളിച്ചില്ല, അവന്റെ ശരീരത്തിലുള്ള ബന്ധനത്തെയാണ് പൊള്ളിച്ചത്, കരിച്ചു കളഞ്ഞത്. അവനെയല്ല കരിച്ചു കളഞ്ഞത്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഈ വചനം നിങ്ങളെ പൊള്ളിക്കുകയോ നിങ്ങളെ പരിക്കേൽപ്പിക്കുകയോ നിങ്ങളെ തകർക്കുകയോ ഇല്ല. പക്ഷെ നിങ്ങളെ ഏതെങ്കിലും ബന്ധനം അവസ്ഥയിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ കരിച്ചു കളയും, ആ അസ്വസ്ഥതയെ പൊട്ടിച്ചു കളയും. എഴുതിയിരിക്കുന്നു, കരിഞ്ഞ് ചണനൂൽ പോലെ ആയിത്തീർന്നു. അടുത്ത വാക്യോ, കെട്ടുകൾ. നമ്മൾ പറയുന്ന അതേ സാധനം ഇത് എഴുതിയിരിക്കുന്നു. കെട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ബന്ധനം, അത് ഏതുപോലെ ആയിത്തീർന്നു? കെട്ടുകൾ അറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുറിഞ്ഞ് നമ്മളറിയില്ലേ, വെയിലത്തും മഴയത്തൊക്കെ ഇട്ടിരിക്കുന്ന പഴകിയ കയർ തൊടുമ്പോഴേ ഇങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോവും. അതുപോലെ ഒരു സെക്കൻഡ് കൊണ്ടായി തീർന്നെന്ന്. അപ്പോൾ ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ അത് അവനെ അല്ല തകർത്തത്, അവനിലുള്ള ബന്ധനത്തെ തകർത്തു കളഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ മുമ്പിൽ ശക്തിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ പൊള്ളിക്കുകയോ
നിങ്ങളുടെ കുടുംബത്തെ തകർക്കുകയോ ഇല്ല. പക്ഷെ നിങ്ങളുടെ കുടുംബത്തെയോ ഭാവിയെയോ സ്വപ്നങ്ങളെയോ നിയോഗങ്ങളെയോ എത്താൻ കഴിയാത്ത വിധത്തിൽ എവിടെയെങ്കിലും വട്ടം കെട്ടി എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ആ വചനം വിശ്വാസത്തോടെ നിങ്ങളിൽ പതിക്കുമ്പോൾ അവിടെ നിങ്ങൾ പോലും അറിയാതെ ഒരു വിടുതൽ സംഭവിച്ചിരിക്കും. അത് ദൈവപ്രവൃത്തിയാണ്. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ശരിക്കും പറഞ്ഞാൽ തീ വെളിപ്പെട്ട് കയറ് കരിയുമ്പോൾ ശരീരവും പൊള്ളി പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ കയറ് മാത്രമേ പൊട്ടിയുള്ളൂ. ഇവിടെ ആ പ്രശ്നം മാത്രം അങ്ങ് മാറി. അതേ കാര്യമാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ വരുന്ന ആരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ പോകേണ്ടി വരില്ല. ഇവിടെ വരുന്നയാൾ ഇവിടെ വരണ്ടായിരുന്നു എന്നും പറഞ്ഞ് ശപിച്ചുകൊണ്ട് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി ബസ്സിൽ കയറി ട്രെയിനിൽ പോകേണ്ടി വരില്ല. നിങ്ങൾ പറയും, ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്നറിയില്ല, എന്തോ ഒരു സമാധാനം, ഒരു സന്തോഷം, എന്തൊക്കെയോ ദൈവം എന്നെ സഹായിച്ചതുപോലെ. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങളിലുള്ള ബന്ധനങ്ങൾ പൊട്ടിക്കരിഞ്ഞു പോയതുകൊണ്ടാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ? അടുത്തതൊരു പ്രത്യേകതയാണ്. ആയിടെ ചത്തുപോയ ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു. എന്ത് കിടക്കുന്നു? ചത്തുപോയ കഴുതയുടെ താടിയൽ അവിടെ കിടക്കുന്നത് കണ്ടു. അതിന് ജീവനുണ്ടോ? അതിന് കണ്ണുണ്ടോ? മൂക്കുണ്ടോ? ചെവിയുണ്ടോ? ഒന്നുമില്ല. അതിൻ്റെ മാംസമെല്ലാം ചീഞ്ഞു പോയി പുഴു തിന്ന് വെറും ഒരു എല്ലും കഷ്ണം അവിടെ കിടക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ എന്തെഴുതി? അടുത്ത വാക്യം, അതെടുത്തു. അവിടെ നിൽക്കട്ടെ. ചത്തുപോയ കഴുതയുടെ താടിയെല്ല് സാംസൺ എടുത്തു. ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും മൃഗത്തിൻ്റെ എല്ലല്ല, ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ ഒരു ഭാഗമല്ല എടുക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച ഇത് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് എല്ലിൻ്റെ സ്ഥാനത്ത് വിശ്വസിച്ചെടുക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അതവൻ കൈ നീട്ടി എടുത്തു. അത് വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു, ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ അവൻ്റെ കൺമുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തു എന്നതാ, അവൻ്റെ വിടുതലിനുള്ള ഒരു കാര്യം അവിടെ ഒരുക്കി കാണിച്ചു കൊടുത്തു. അതവൻ കൈ നീട്ടി എടുത്തു. പിന്നെ കഴുതയുടെ താടിയിലൂടെ എന്നാ നടക്കാനാ എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഒരു ചുക്കും നടക്കത്തില്ലായിരുന്നു. പിന്നെ കഴുതയുടെ എല്ലാം അവിടെ കിടക്കുന്ന വിചാരം എന്തെടുക്കാനാ? അങ്ങനെയല്ല, അത് കഴുതയുടെ താടിയെല്ലാം തോന്നിയാൽ അവൻ വിശ്വാസത്തിൽ അതെടുത്തപ്പോൾ അത് അവൻ എന്തു സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതെടുത്തവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ടവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാൻ അവരെ തോൽപ്പിച്ചു, കഴുതയുടെ താടിയെല്ല് കൊണ്ട് ഞാൻ 1000 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. കഴുതയുടെ താടിയെല്ലിന് ഇതിന് മാത്രം ശക്തിയുണ്ടോ? അങ്ങനെ കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഇത്രയും കാര്യമൊക്കെ നടന്നെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളെ കൊണ്ട് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ് എടുപ്പിക്കുന്നത് ഒരസ്ഥിയെയോ ഒരു എല്ലിനെയോ അല്ല, ദൈവത്തിൻ്റെ വചനം ഒന്ന് വിശ്വാസത്തിലെടുത്തേ. വിശ്വാസത്തിലെടുത്ത് അത് കണ്ണ് കാണുന്ന അത്രയും അകലത്തിൽ, കൈയെത്തുന്ന ദൂരത്തിൽ നിങ്ങളുടെ കൈകളിലുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു പുസ്തകമായി പ്രാർത്ഥനാ മുറിയിൽ എന്നേക്കുമായി സൂക്ഷിക്കേണ്ടതല്ല. അത് തുറന്നത് വായിച്ചത് വിശ്വാസത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ ആ വചനം കൊണ്ട് വിജയം ആഘോഷിക്കും. ആ വചനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ പരാജയമല്ല ഉണ്ടാകുന്നത്, വിജയം അനുഭവിക്കാൻ തുടങ്ങും. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇത് വളരെ സീരിയസ് ആയിട്ട് പറയാം. വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ ഈ ദൈവവചനമൊക്കെ വിശ്വസിച്ച ഏറ്റെടുക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം പലരോടും സംസാരിക്കും. എനിക്ക് വേണ്ടി ദൈവം വേറൊരാളോട് സംസാരിക്കും. എനിക്ക് വേണ്ടി ദൈവം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? എനിക്കൊരാളെ കാണണമെന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ യാദൃശ്ചികമായ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ വ്യക്തി തൊട്ടടുത്ത് വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് നാളെ. എന്താ ഇവിടെ? ഞാൻ കാണാൻ ആഗ്രഹിച്ചയാൾ അയാൾ അവിടെ എത്തി. എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കും. അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം പറയാം. ഈ ആലയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. നിങ്ങളിവിടെ വന്ന് ശുശ്രൂഷ കൂടുന്ന ആളുകൾ പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയാം. നമ്മളിവിടെ ഒരു സാധനം, ഒരു സംഭവം വേണമെന്ന് പറഞ്ഞ് ഇന്നുവരെ ഇവിടെ ഒരു പൈസ പിരിവ് നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് TV വേണം, ഞങ്ങൾക്ക് കസേര വേണം,
നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, സ്തോത്ര കാഴ്ചയിട്, ഞങ്ങൾക്ക് ഡൊണേഷൻ താ, ചെക്ക് തരണം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരുടെ അറിവോടെയല്ല, ആരെയും നിയോഗിച്ചിട്ടുമില്ല, ഞാൻ മൈക്കിലൂടെ അല്ലാതെയും പറഞ്ഞിട്ടുമില്ല. ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ തരണം കേട്ടോ, നിങ്ങൾ 500 രൂപ ഇടാവുള്ളൂ കേട്ടോ, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തരരുത്. ഒരു സ്തോത്ര കാഴ്ച ഇടണ്ട, പണമല്ല മുഖ്യം, അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്ക്, ഇവിടെ ഇത്രയും ഒരു സാഹചര്യം ചെയ്തത്, ഒരാൾ എന്നെ ഒരു ദിവസം വിളിച്ചു, എന്നെ അല്ല വിളിച്ചത്, ഒരു ശുശ്രൂഷകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു 350 കസേര അങ്ങോട്ട് മേടിച്ച് തരണമെന്ന്. ഇയാൾ പുറകെ നടക്കുകയാണ്. അയ്യോ, എന്താ മറുപടി പറയാത്തത്? അത്രയും കസേര ഇടാൻ ഇവിടെ സ്ഥലമില്ല, എന്തിനാ 350 കസേര ഇവിടെ എന്ന് അന്നേരം ചിന്തിച്ചു. ആരോടും ചോദിച്ചില്ല. ഒരു കസേരയ്ക്ക് 500 രൂപ 600 രൂപ വരും. 350 കസേരയ്ക്ക് നല്ല പൈസ വരും, 1,00,000 രൂപ കൂടുതൽ വരും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ ഇത്ര ആളൊക്കെയല്ലുള്ളൂ, പിന്നെ എന്തിനാ 350 കസേര എന്ന് ആദ്യം ചിന്തിച്ചു. അയാൾ വീണ്ടും പറയാണ്, ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കൊരു 350 കസേര അങ്ങോട്ടേക്കായിട്ട് മേടിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ മറുപടി തന്നില്ലല്ലോ, നിങ്ങൾ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നില്ലല്ലോ, അതാണ് ഇതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളൊരു കസേര എവിടെയാണ് വില കുറച്ച് കിട്ടുന്നത് അന്വേഷിക്കട്ടെ, നിങ്ങൾ ആ കടയിലോട്ട് തന്നെ പൈസ കൊടുത്താൽ മതി, ഇങ്ങോട്ട് അയച്ചു തരണ്ട. അങ്ങനെയാണ് ഈ 350 കസേര, പുറകു വശത്ത് കിടക്കുന്ന കസേര വന്നത്. ഞാൻ ചിന്തിച്ചു, ഇവിടെ ആരോടും പറഞ്ഞില്ല, ഇവിടെ അതിന് മാത്രം സാമ്പത്തികമുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമല്ല, ഒരു നാട്ടും പ്രദേശമാണിത്. ഓരോരുത്തരും ഓരോ ദിവസവും അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ടവർ കൂടുതൽ താമസിക്കുന്ന ഒരു ദേശമാണിത്. അവരോട് പൈസ ചോദിക്കുന്നത് തികച്ചും തെറ്റാണെന്ന് എൻ്റെ മനസ്സ് തോന്നിയത് കൊണ്ട്, ഞാൻ ഒരുപാട് വിഷമത്തിലും ദാരിദ്ര്യത്തിലും വന്നതായതുകൊണ്ട് എനിക്കറിയാം മറ്റൊരാളുടെ വേദന കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു 500 രൂപ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലാ ഒരു 600 രൂപ കൈ കിട്ടുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആരോടും ചോദിച്ചില്ല. അപ്പോൾ ഈ ആലയത്തിന് വേണ്ടി ദൈവം എവിടെയോ കിടക്കുന്ന ഒരാൾ, ആ വ്യക്തി ഇവിടെ ഇന്ന് വരെ വരാത്ത ആളാണ്, നേരിട്ട് ആ വ്യക്തിയെ കണ്ടിട്ടില്ല, അദ്ദേഹം പുറകെ നടക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി സംസാരിച്ചതാണ്. നമുക്കൊരു TV ആവശ്യമാണ്, മനസ്സിലെ ആഗ്രഹമുള്ളൂ. നിങ്ങൾ കേട്ടോ എപ്പോഴേലും ഒരു TV വേണമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരാൾ പറയാണ്, എൻ്റെ വീട്ടിൽ 2 TV ഉണ്ട്, അതൊരെണ്ണം വെറുതെ ഇരിക്കുകയാണ്, അതിങ്ങോട്ട് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ആ വ്യക്തി ഈ ദേശക്കാരനല്ല, ഈ അടുത്ത ജില്ലക്കാരനല്ല, ഒരുപാട് ദൂരെ നിന്ന് വന്നയാളാണ്. അത് പറയാൻ വേണ്ടി ഒരാൾ വന്നു. എന്നിട്ട് എടുത്തുകൊണ്ട് വന്ന TV ആണ് ആ പുറകിൽ ഇരിക്കുന്ന ഒരെണ്ണം, ആ വലിയ TV ഈ സൈഡിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് അദ്ദേഹത്തിന് തോന്നുവാണ് ഇത് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം. ആ സ്ഥലത്ത് ശുശ്രൂഷ അവിടെ പുറകിലിരിക്കുന്നവർക്ക് കാണാൻ അത് നമ്മൾ ചോദിച്ചില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ 2 TV ഉണ്ടോ, ഉണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞോ? നമുക്ക് വേണ്ടി ആരാ സംസാരിച്ചത്? ആ വ്യക്തിയോട് ദൈവം സംസാരിച്ചു. ഇതുപോലെ നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കും. ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒരു 10,000 രൂപ ഒരാൾ 10,000 രൂപ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 10,000 രൂപ എൻ്റെ അടുത്ത് തന്നു. 10,000 രൂപ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് ഇല്ലാതിരിക്കുമല്ലേ, 10,000 രൂപ ഇപ്പോൾ ആവശ്യമില്ല, പിന്നെ കുറെ കഴിയട്ടെ. അല്ല, ഇത് ഇങ്ങോട്ട് നേർന്നതാണ്. അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ആ വ്യക്തിക്ക് കൊടുക്ക്, ഇവിടെയുള്ള ആ വ്യക്തിക്ക് കൊടുക്ക്. എന്തിനാ ആ വ്യക്തിക്ക് കൊടുക്കുന്നത്? അല്ല, ആ വ്യക്തിക്ക് കൊടുക്കുക, എന്തെങ്കിലും ആവശ്യം കാണും. ആ വ്യക്തിയെ വിളിച്ച് 2 പേരെയും ഒരുമിച്ച് നിർത്തിയിട്ട്, ഒരു ഇത്ര രൂപ തരുവാട്ടോ, ഒരു 10,000 രൂപ ഈ വ്യക്തി ഇങ്ങോട്ട് തന്നാലും നിങ്ങൾക്ക് തരുവാ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, വലിയൊരു അത്യാവശ്യമായിട്ടിരിക്കുമായിരുന്നു, പലരോടും ചോദിച്ചിട്ടിരിക്കുമായിരുന്നു കുറച്ച് പൈസ. അപ്പോൾ എനിക്കിതിന് അങ്ങനെ തോന്നിയത്, ആ വ്യക്തിക്ക് 10,000 രൂപ കൊടുക്കാൻ എനിക്ക് എന്തിനാ തോന്നിയത്? ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കാൻ ദൈവം എന്നോട് സംസാരിക്കുക, ആ മനുഷ്യന് കൊടുക്കുക, 10,000 രൂപ കൊടുക്ക്. ആ മനുഷ്യൻ വലിയ 10,000 രൂപയ്ക്ക് വേണ്ടി 3-4 പേരോട് ചോദിച്ചിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. ആ വ്യക്തിക്ക് കൊടുക്ക്. ആ മനുഷ്യന് വേണ്ടി ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അത് ആ സമയത്ത് കൊണ്ടുവരികയാണ് ഒരാൾ. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും പലരോടും. ഞാൻ ഒരാൾക്കൊരു ചെറിയൊരു പൈസ കൊടുത്തു. അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇരിക്കട്ടെ. അപ്പോൾ അത് മേടിച്ചിട്ട് പറയാണ്, ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, അത്ര ഒരു പിടുത്തപ്പെട്ടിരിക്കുകയായിരുന്നു, എന്തായാലും ഉപകാരമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം അവിടെ സംസാരിച്ചത് കൊണ്ടാണ്. ദൈവം എനിക്ക് വേണ്ടി വേറൊരാളോട് സംസാരിക്കും. അയ്യോ, എൻ്റെ കൊച്ചിനെ ആര് പഠിപ്പിക്കും, ആര് രക്ഷപ്പെടുത്തും, എങ്ങനെ കല്യാണം നടത്തും, എങ്ങനെ ജോലി കിട്ടും, ഈ വീട് പണി പൂർത്തിയാകും? ദൈവത്തിൻ്റെ വചനം നിൻ്റെ അകത്തുണ്ടോ? നിനക്ക് വേണ്ടി വേറെ ചിലരോട് ദൈവം സംസാരിക്കും. എന്നിട്ട് ആ വ്യക്തി പറയും, എനിക്ക് നിങ്ങളെ കുറച്ച് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുക? എനിക്ക് നിങ്ങളെ കുറച്ച് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി, അത് എനിക്കുള്ള പൈസയല്ല, അത് വേറൊരാൾക്ക് വേണ്ടി ദൈവം എന്നെ തരുന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം സംസാരിച്ചതാണ്. എന്നാൽ ചില ആൾക്കാർ പൈസ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒട്ടും കൊടുക്കാൻ തോന്നത്തില്ല.
കയ്യിലിരിപ്പുണ്ട്, 10,000 രൂപ ഇരിപ്പുണ്ട്. പക്ഷെ അയാൾക്ക് 500 രൂപ അതിനകത്ത് എടുത്തു കൊടുക്കാൻ മനസ്സിൽ തോന്നുന്നു പോലുമില്ല, ആഗ്രഹമില്ല. കയ്യിൽ കീശയിലിട്ടതാ 500 കൊടുത്തേക്കാന്ന് വിചാരിച്ചു. എന്നാലും മനസ്സിൽ തോന്നൽ കൊടുക്കേണ്ടത്, ചിലക്ക് വേണ്ടി കൊടുക്കണമെന്ന് തോന്നും. ചിലക്ക് 10,000 രൂപ കൊടുക്കാൻ തോന്നും. ചിലക്ക് ആ സമയത്ത് ദൈവം പറയാം, ഇത് നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ, ഞങ്ങൾക്കിത് ഒരു രക്ഷയില്ല, ഇത് സ്വീകരിച്ചേ പറ്റുള്ളൂ. എന്ത് ചേട്ടാ, ഇവിടെ ആവശ്യമില്ല. അല്ല, എനിക്കത് അല്ലാതെ പറ്റില്ല. ദൈവം അയാളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. എന്നോട് മാത്രമല്ല, വേറൊരാളോട് സംസാരിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയെന്ന് ചിന്തിക്കരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമുക്ക് വേണ്ടി വേറൊരാളോട് സംസാരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അതൊക്കെ എത്രയോ പേരുടെ അനുഭവം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കല്യാണം നടക്കുന്ന സമയത്ത് പറഞ്ഞു, എവിടുന്ന് പൈസ കിട്ടും ദൈവമേ, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാറ്ററിംഗുകാർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കും, പന്തലുകാർക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കും. കല്യാണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു, ഒരു കടവും ഇല്ലാണ്ട് നടന്നു. അയ്യോ, ഒരാഴ്ച മുമ്പ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, എനിക്ക് ഉറക്കമില്ല, ടെൻഷനാണ്, അവിടെ പൈസ കാറ്ററിംഗുകാർക്ക് കൊടുക്കണം, അത് കൊടുക്കണം, എന്ത് ചെയ്യും? അപ്പോൾ ആ ഭർത്താവിൻ്റെ അനിയൻ വന്നിട്ട് പറഞ്ഞു, ഇരിക്കട്ടെ, ഈ പൈസ ഇരിക്കട്ടെ. ചോദിച്ചതൊന്നുമില്ല, എങ്ങനെ ചോദിക്കും എന്നെ ഓർത്തിരിക്കുക, തന്നു. വിദേശത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ടേക്ക്, കല്യാണമൊക്കെ വരുമല്ലേ, കുറച്ച് പൈസ അങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അങ്ങ് ഇട്ടേക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. എന്താ ഇവരൊക്കെ ഇങ്ങനെ തരാൻ കാരണം? സമീപത്തുള്ളവരും അവർക്ക് തോന്നുവാണ് അവരുടെ വീട്ടിൽ കല്യാണമാണ്, കുറച്ച് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ ആ മാല പണയം വെക്ക്, സാരമില്ല, കൊച്ചിൻ്റെ കല്യാണമല്ലേ, നമുക്ക് ആ മാല പണയം വെച്ച് കുറച്ച് പൈസ അവർക്ക് കൊടുക്കാം. അങ്ങനെ മനസ്സിൽ തോന്നുവാണ്. ദൈവം എനിക്ക് വേണ്ടി വേറൊരാളോട് സംസാരിക്കും. അത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിനക്ക് നന്മയുണ്ടാകാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. നിന്നെ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാമെന്നാണ് ദൈവം ചിന്തിക്കുന്നത്. പിശാച് ചിന്തിക്കുന്നത് നിന്നെ എങ്ങനെയൊക്കെ തകർക്കാമെന്നാണ്. എങ്ങനെയൊക്കെ നിന്നെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിന്നെ പിശാച് തകർക്കുമ്പോൾ, ദൈവം നിന്നെ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഒന്ന് കയറ്റിക്കൊണ്ടുവരാൻ പറ്റുമോ, അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഇനി ന്യായാധിപന്മാർ, ഈ വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്. നമ്മളെപ്പോലത്തെ ഒരാളാണ് ഗിദെയോൻ. എന്നെ പോലത്തെ ഒരാളാണ്. എന്തായാലും എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാളാണ്, എന്നെപ്പോലെ പിറുപിറുക്കുന്ന ഒരാളാണ്, എന്നെപ്പോലെ ഭയമുള്ള ഒരാളാണ്, എന്നെപ്പോലെ എവിടെയൊക്കെയോ ചില കോംപ്ലക്സ് ഉള്ള ആളാണ് ഗിദെയോൻ. നമുക്കൊക്കെ കുറേ കുറവുകളും കുറേ കോംപ്ലക്സും ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച ഒരാളാണ് നമ്മൾ ഓരോരുത്തരും. പലരും എവിടെയൊക്കെയോ നമുക്കൊക്കെ പുറകോട്ട് വലിയുന്ന സ്വഭാവമുണ്ട്. നിങ്ങൾക്കുണ്ടോ ഇല്ലേ അറിയാം, എനിക്കുണ്ട്. എന്നെപ്പോലെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയ ഒരാളാണ് ഗിദെയോൻ. എഴുതിയിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചും മിദിയാൻകാരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷേ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അത്രേ ഉള്ളത് കൊണ്ട് ഞാനത് വേഗത്തിൽ സാധാരണ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാമോ? 2 കാര്യങ്ങളാണ്. ഒന്ന് ഇസ്രായേൽക്കാരും, ഒന്ന് മിദിയാൻകാരും. ഇസ്രായേൽക്കാരും ഇന്ന് കാണുന്ന ഇസ്രായേലിൻ്റെ പ്രൗഢഗംഭീരമായ നിലനിൽപ്പൊന്നും ആ കാലത്ത് ഇസ്രായേലിനില്ല. ഇവിടെ ഇസ്രായേൽക്കാർ പേടിച്ചിരിക്കുന്ന